സോളിഡ് വർക്ക്സ് പഠിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്ന ടൂൾ ഏതാണെന്ന് അറിയാമോ? അത് ലൈൻ ടൂളാണ്. പക്ഷേ ഒരു ലൈൻ വരയ്ക്കാൻ മാത്രം ഉപയോഗിക്കുന്ന ടൂളല്ല ഇത്. ഹൊറിസോണ്ടൽ ലൈൻ, വെർട്ടിക്കൽ ലൈൻ, സെൻറ്റർ ലൈൻ, കൺസ്ട്രക്ഷൻ ജോമെട്രി തുടങ്ങി പല കാര്യങ്ങളും ഇതിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ വീഡിയോയുടെ അവസാനം വരെ കണ്ടാൽ സോളിഡ് വർക്ക്സ് ലൈൻ ടൂളിൻ്റെ എല്ലാ പ്രധാന ഫീച്ചേഴ്സും നിങ്ങൾക്ക് മനസ്സിലാകും. അതോടെ നിങ്ങളുടെ സ്കെച്ചിങ് സ്പീഡും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കൂട്ടാൻ സാധിക്കും. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മെക്കോവ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ സോളിഡ് വർക്ക്സിലെ ലൈൻ ടൂളിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഈ ലൈൻ ടൂൾ എവിടെയാണ് വരുന്നത്? അപ്പോൾ ഞാനിവിടെ വന്നിട്ട് ആദ്യം ഒരു ന്യൂ പാർട്ട് ഓപ്പൺ ചെയ്യുവാണ്. പാർട്ട് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട് പ്ലെയിൻ സെലക്ട് ചെയ്തിട്ട് അതിൽ സ്കെച്ച് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കണ്ടോ, നിങ്ങളുടെ സ്കെച്ച് ടാബിനകത്ത് ഇവിടെ നിങ്ങൾക്ക് എന്ത് കാണാം? ലൈൻ ടൂള് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ലൈൻ ടൂൾ സെലക്ട് ചെയ്യാം. ഇല്ല, ഷോർട്ട് കട്ട് കീ യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ എൽ പ്രസ് ചെയ്താലും നിങ്ങൾക്ക് എന്ത് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും? ലൈൻ ടൂള് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അടുത്തത് ഒരു ബേസിക് ലൈൻ എങ്ങനെ നമ്മൾ ഡ്രോ ചെയ്യാം. അപ്പോൾ നമ്മൾ ലൈൻ ടൂൾ ആക്ടിവേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഗ്രാഫിക് ഏരിയയിൽ ഒരു പോയിന്റ് നിങ്ങൾ സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ മൗസ് കഴ്സർ മൂവ് ചെയ്തിട്ട് നിങ്ങൾ അടുത്തൊരു പോയിന്റ് സെലക്ട് ചെയ്യണം. അത് കഴിഞ്ഞ് നിങ്ങൾ എസ്കേപ്പ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സ്കെച്ചിൽ നിന്ന് എക്സിറ്റ് ചെയ്യാം. ഇങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? ഒരു ബേസിക് ലൈൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഒന്നുകൂടെ പറയാം, ലൈൻ ടൂൾ എടുക്കുന്നു, ഫസ്റ്റ് പോയിന്റ് സെലക്ട് ചെയ്യുന്നു, സെക്കൻഡ് പോയിന്റ് സെലക്ട് ചെയ്യുക, ദെൻ എസ്കേപ്പ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളൊരു ബേസിക് ഡ്രോയിങ് അല്ലെങ്കിൽ ഒരു ബേസിക് ലൈൻ ഡ്രോ ചെയ്യുന്നത്. അതിനുശേഷം ഇപ്പോൾ നിങ്ങൾ ഈ ലൈൻ ടൂൾ ആക്ടിവേറ്റ് ചെയ്ത് ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുവാണ്. ഫസ്റ്റ് പോയിന്റ്, സെക്കൻഡ് പോയിന്റ്, തേർഡ് പോയിന്റ്, ഫോർത്ത് പോയിന്റ്, ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും? മൾട്ടിപ്പിൾ കണക്റ്റഡ് ലൈൻസ് വരയ്ക്കാനും പറ്റും. അതുപോലെ ഒരു ക്ലോസ്ഡ് ജോമെട്രി ക്രിയേറ്റ് ചെയ്യാനും നിങ്ങൾക്ക് ഇവിടെ പറ്റും. ഓക്കെ, ഇപ്പോൾ കണ്ടോ, ഞാൻ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, എന്ത് ചെയ്തു? ഇവിടെ തന്നെ വന്നത് ക്ലോസ് ചെയ്യണം. അപ്പോൾ ഇതിനെ നമ്മളൊരു ക്ലോസ്ഡ് പ്രൊഫൈൽ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ക്ലോസ്ഡ് പ്രൊഫൈൽസ് ക്രിയേറ്റ് ചെയ്യാനും നിങ്ങൾക്ക് എന്ത് കൊണ്ട് പറ്റും? ലൈൻ ടൂൾ കൊണ്ട് പറ്റും. ദെൻ സ്കെച്ച് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കണം. ഞാൻ പറഞ്ഞു നമ്മൾ സ്കെച്ച് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? ടൂളിൽ നിന്ന് എക്സിറ്റ് ചെയ്യാൻ എസ്കേപ്പ് യൂസ് ചെയ്യുക. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ഈ ഓട്ടോമാറ്റിക് റിലേഷൻ എന്ന് പറയും. അപ്പം ഈ സോളിഡ് വർക്ക്സിൽ ഒരു വലിയ അഡ്വാൻറ്റേജ് ആണ് നമുക്കിത്, ഈ ഒരു സ്മാർട്ട് റിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ലൈൻ അല്ലെങ്കിൽ നമ്മൾ വരയ്ക്കുന്ന ഡ്രോയിങ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഒരു ടേംസ് അല്ലെങ്കിൽ കണ്ടീഷൻസ് ആണ് ഈ റിലേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലൈൻ ഡ്രോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഹൊറിസോണ്ടൽ ആണോ അല്ലെങ്കിൽ വെർട്ടിക്കൽ ആണോ വരയ്ക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അതെങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു തരാം. അപ്പോൾ ആദ്യം ഞാൻ എൻ്റെ ഒരു വിൻഡോ ക്ലിയർ ചെയ്യുവാണ്. എല്ലാം കൂടെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? വിൻഡോസിൽ ഡിലീറ്റ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ സ്കെച്ച് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നമ്മൾ പറഞ്ഞ റിലേഷൻ്റെ കാര്യം, ഞാനൊരു ലൈൻ ടൂൾ എടുത്തിട്ട് ഞാൻ എൻ്റെ ഫസ്റ്റ് പോയിന്റ് സെലക്ട് ചെയ്തു. എൻ്റെ മൗസ് മൂവ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഈ ഒരു കേഴ്സറിൻ്റെ താഴെ കണ്ട ഒരു യെല്ലോ സിമ്പിൾ, ഒരു മൈനസ് എന്ന് പറഞ്ഞ യെല്ലോ ബോക്സ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ ഇവിടുത്തെ റിലേഷൻസ് എന്ന് പറയുന്നത്. അതുപോലെ നിങ്ങൾ ഏതൊരു ടൂൾ എടുത്ത് ഇതിൽ വരയ്ക്കുന്ന സമയത്തും ആ ഒരു ടൂളിന് എന്തെല്ലാം റിലേഷൻസ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളത് എവിടെ കാണാൻ പറ്റും? നിങ്ങളുടെ റൈറ്റ് പ്രോപ്പർട്ടി മാനേജറിൽ ഇവിടെ കണ്ടോ ആഡ് റിലേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഏതൊക്കെ റിലേഷൻസ് കാണുന്നുണ്ടോ അതെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ നിങ്ങൾ വരയ്ക്കുന്ന അല്ലെങ്കിൽ കറൻ്റ്ലി ആക്റ്റീവ് ആയിരിക്കുന്ന ടൂളിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പം ഞാൻ ഈ വരയ്ക്കുന്ന ലൈൻ ഹൊറിസോണ്ടൽ ആണോ എന്നറിയണമെങ്കിൽ ഞാൻ എന്ത് നോക്കിയാൽ മതി? എൻ്റെ മൗസിൻ്റെ താഴെ അല്ലെങ്കിൽ പെൻസിലിൻ്റെ താഴെ ഇങ്ങനൊരു യെല്ലോ സിമ്പിൾ, അത് ഹൊറിസോണ്ടൽ കൺസ്ട്രെയിൻ ആണ് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ആ വരയ്ക്കുന്ന ലൈൻ എന്താണ്? ഹൊറിസോണ്ടൽ ലൈനാണ്. ഞാൻ വെർട്ടിക്കൽ വരയ്ക്കുന്ന സമയത്ത് അതുപോലെ തന്നെ നമുക്ക് എന്താവും? വെർട്ടിക്കൽ കൺസ്ട്രെയിൻ എന്ത് ചെയ്യാൻ പറ്റും? അവിടെ കാണാൻ വേണ്ടി പറ്റും. സെലക്ട് ചെയ്താൽ അത് വെർട്ടിക്കൽ ലൈൻ ആയിരിക്കും. ദെൻ ഇനി വേറൊരു കാര്യം കൂടെ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, നിങ്ങൾ ഈ ടൂൾ മൂവ് ചെയ്യുന്ന സമയത്ത് ഒരു മഞ്ഞ ലൈൻ, ഒരു യെല്ലോ ലൈൻ നിങ്ങൾക്ക് ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്?
കാണുന്നുണ്ട്. അപ്പോൾ ഈ യെല്ലോ ലൈനാണ് നമ്മുടെ ഓട്ടോമാറ്റിക് കൺസ്ട്രെയിൻ എന്ന് പറയുന്നത്. അതായത് ഇതിൽ കൺസ്ട്രെയിൻസ് അല്ലെങ്കിൽ റിലേഷൻസ് ഡിഫൈൻഡ് ആണ്. നമ്മൾ വരച്ച് പോകുമ്പോൾ ആ വരയ്ക്കുന്ന ഏരിയയിൽ ഏതൊക്കെ കൺസ്ട്രെയിൻസ് ഉണ്ടോ അതെല്ലാം ഓട്ടോമാറ്റിക്കലി എന്താവും, നമ്മുടെ സ്കെച്ചുമായിട്ട് അറ്റാച്ച്ഡ് ആവും. അത് ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ലൈൻ കൺസ്ട്രെയിൻ ചെയ്യുന്നത്. ഓക്കെ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആ കൺസ്ട്രെയിൻ ഇവിടെ കാണണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ വരച്ചപ്പോൾ എൻ്റെ 2 ലൈൻ മാത്രമല്ലേ കാണുന്നുള്ളൂ. ഇവിടെ നിങ്ങൾ ആ കൺസ്ട്രെയിൻ കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഹെഡ് അപ്പ് ഡിസ്പ്ലേ ടൂൾ ബാറിനകത്ത് ഇവിടെ കണ്ടോ ഒരു ഹൈഡ് ഓൾ ടൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതൊന്ന് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ ഒരു ഓപ്ഷൻ കാണാം. ഇതാ വ്യൂ സ്കെച്ച് റിലേഷൻസ്. ഈ ഓപ്ഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ആ ഒരു ഹൊറിസോണ്ടൽ കൺസ്ട്രെയിനും വെർട്ടിക്കൽ കൺസ്ട്രെയിനും അല്ലെങ്കിൽ റിലേഷൻ നിങ്ങൾക്ക് ഇവിടെ വ്യൂ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ ഈ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കൺസ്ട്രെയിനെ പറ്റി പറഞ്ഞല്ലോ. അതുപോലെ നമ്മുടെ ഈ ലൈൻ ടൂളിന് കൊടുക്കാൻ പറ്റുന്ന ഒരു കൺസ്ട്രെയിൻ അല്ലെങ്കിൽ ഒരു റിലേഷനും കൂടെ ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. വേറെ ഒന്നുമല്ല, നമ്മളിപ്പോൾ ലൈൻ വരച്ച് കഴിഞ്ഞ് ഞാൻ ലൈൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കണ്ടോ പ്രോപ്പർട്ടി മാനേജർ കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് പ്രോപ്പർട്ടിയിൽ ഇവിടെ എക്സിസ്റ്റിംഗ് റിലേഷൻസ് എന്ന് പറയുന്ന ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ ലൈനിന് ഏത് റിലേഷൻ ആണോ ഉള്ളത് അതിവിടെ കാണും. ഹൊറിസോണ്ടലാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ ഉള്ളത്. അത് കഴിഞ്ഞാൽ താഴെ നമുക്ക് ആഡ് റിലേഷൻ. അപ്പോൾ ഇവിടെ ഹൊറിസോണ്ടലുണ്ട്, വെർട്ടിക്കലുണ്ട്, മൂന്നാമതൊരു ഓപ്ഷൻ ഉണ്ട് ഫിക്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഫിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം, ക്ലിയർ ആയിട്ട് കേട്ടോ. ഈ ഫിക്സ് എന്ന് പറയുന്ന കൺസ്ട്രെയിൻ നമുക്ക് എന്തില്ല, നമ്മൾ ഒരിക്കലും നമ്മുടെ ആവശ്യമുള്ള ഡ്രോയിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യരുത്, അപ്ലൈ ചെയ്യുന്ന ഒരു സാധനമല്ല. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 3D ആക്കാൻ ആവശ്യമില്ലാത്ത ഈ റെഫറൻസിനൊക്കെ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ലൈൻസിനും ഡ്രോയിങ്സിനും മാത്രമേ നമ്മൾ എന്ത് യൂസ് ചെയ്യത്തുള്ളൂ, ഈ ഫിക്സ് എന്ന് പറയുന്ന ഒരു കൺസ്ട്രെയിൻ യൂസ് ചെയ്യത്തുള്ളൂ. വേറെ ഒന്നുമില്ല. ഈ ഫിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു ഫിക്സ് എന്ന് പറയുന്ന കൺസ്ട്രെയിൻ സെലക്ട് ചെയ്യുവാണ്. സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ എനിക്ക് എന്ത് ക്രിയേറ്റ് ആയി, ഫിക്സ് എന്ന് പറഞ്ഞ ഫിക്സഡ് ലൈൻ എന്ന് പറഞ്ഞൊരു കൺസ്ട്രെയിൻ ക്രിയേറ്റ് ആയി. ഇപ്പം നോക്കിയേ, എനിക്ക് ഈ ഒരു ലൈൻ ഇവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കനോട്ട് ഡ്രാഗ് ദ സെലക്റ്റഡ് ഐറ്റം ഈസ് ഫിക്സഡ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ദെൻ ഇതിൻ്റെ എൻഡ് പോയിന്റ്സ് നോക്കിയേ, ഇപ്പോഴും ബ്ലൂ കളറിൽ തന്നെയാണല്ലോ കാണുന്നത്. അതെനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ, ഇപ്പോൾ ഇതുപോലുള്ള ലൈനാണ് ഇത്. ഈ ലൈൻ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ മൂവ്മെൻറ്റ് എന്ത് ചെയ്യും, ഈ ഫിക്സ് എന്ന് പറയുന്ന കൺസ്ട്രെയിൻ അവിടെ ബ്ലോക്ക് ചെയ്യും. ഇനി എനിക്ക് ഈ ലൈൻ്റെ ഈ ഒരു മൂവ്മെൻറ്റും കൂടെ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഈ ഒരു ഡയറക്ഷൻ മൂവ്മെൻറ്റും കൂടെ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല, ഈ ഒരു പോയിന്റ് നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫിക്സ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. അവിടെയും ഫിക്സായി, ഇപ്പുറത്തെ സൈഡ് ഞാൻ എന്ത് ചെയ്ത് ഫിക്സ് ചെയ്തു. ഇപ്പം മൊത്തമായിട്ട് എന്തായി, എൻ്റെ ആ ലൈൻ എനിക്ക് അവിടെ ഫിക്സായി. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈ ഫിക്സ് കൺസ്ട്രെയിൻ ഒഴിവാക്കാണ്ട് ഈ ഒരു ലൈൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ഓക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു നമ്മൾ ഈ ആവശ്യമുള്ള ഡ്രോയിങ്സിൽ, അതായത് നമ്മുടെ മെയിൻ ഡ്രോയിങ്സിൽ ഒരിക്കലും ഫിക്സഡ് കൺസ്ട്രെയിൻ യൂസ് ചെയ്യരുതെന്ന് പറയും. ഓക്കെ. ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മൾ ഈ ഡ്രോയിങ്സ് എപ്പോഴും നമ്മൾ എഡിറ്റ് ചെയ്യേണ്ടി വരും, റീവർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഡയമെൻഷൻസ് ചേഞ്ച് ആകുന്ന സമയത്ത് ഈ ഫിക്സഡ് കൺസ്ട്രെയിൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് എന്താവത്തില്ല, കറക്റ്റായിട്ട് അപ്ഡേറ്റ് ആവത്തില്ല. അത് എറർ വാർണിംഗ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം പറയുന്നത്. അപ്പോൾ ഈ 3 കൺസ്ട്രെയിൻസ് ആണ് നമുക്ക് എന്തിന് വരുന്നത്, ഈ ഒരു ലൈൻ എന്ന് പറയുന്ന ടൂളിന് വരുന്നത്. ഇനി ഈ ലൈൻ പ്രോപ്പർട്ടീസിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ലൈൻ പ്രോപ്പർട്ടി എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ ലൈൻ വരച്ച് സെലക്ട് ചെയ്യുന്ന സമയത്ത് പ്രോപ്പർട്ടീസിൽ ഇവിടെ കണ്ടാൽ നിങ്ങൾക്ക് പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ലെങ്ത്ത് കൊടുക്കാം, അതുപോലെ നിങ്ങളുടെ ആംഗിളും നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാം. ഇപ്പം ഞാൻ ഈ വരച്ചതിൻ്റെ ലെങ്ത്താണ് ഇവിടെ 109.65 സംതിങ് mm എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. എനിക്കിപ്പോൾ ഒരു 100 mm വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ഞാൻ എന്തെടുക്കുന്നു, 100 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ക്രിയേറ്റ് ആയി, 100 mm ലൈൻ ഇവിടെ ക്രിയേറ്റ് ആയി. ഇനി ഇത് 100 mm ആണോ എന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ വേറെ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഇവിടെ സ്മാർട്ട് ഡയമെൻഷൻ എടുക്കുക, സെലക്ട് ചെയ്ത് നോക്കുക, എന്ത് ചെയ്യാം, 100 mm എന്ന് കാണാൻ പറ്റും. ഇപ്പോൾ ഡയമെൻഷനും എടുക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ജസ്റ്റ് ലൈൻ സെലക്ട് ചെയ്ത് നോക്കുക. സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് താഴെ കണ്ട ഇവിടെ ലെങ്ത്ത് 100 mm എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇല്ലെങ്കിൽ ഇതാ ഇവിടെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ഇനി ഞാനിവിടെ ഈ ഒരു ആംഗിളിൻ്റെ അവിടെ ഒരു 45 എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. ഓക്കെ. ഇപ്പോൾ ഞാൻ 45 എന്ന് പറഞ്ഞ് കൊടുക്കുന്ന സമയത്ത് എനിക്ക് എന്താവുന്നില്ല, ചേഞ്ചസ് ഒന്നും വരുന്നില്ല. വേറെ ഒന്നുമല്ല, ഇവിടെ എനിക്ക് എന്ത് ആക്ടിവേറ്റ് ആണ്, എൻ്റെ ഹൊറിസോണ്ടൽ കൺസ്ട്രെയിൻ ആക്ടിവേറ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ കൊടുത്ത കൺസ്ട്രെയിൻസ് വല്ലതും ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഈ ഒരു കൺസ്ട്രെയിൻ സെലക്ട് ചെയ്യുക,
ഡിലീറ്റ് അപ്ലൈ ചെയ്തേക്കുക. കീബോർഡിൽ ഡിലീറ്റ് ഞെക്കിയാൽ മതി. ഇനി ഞാനിവിടെ ഈ ഒരു ലൈനിന് എന്ത് കൊടുക്കുകയാണ്, 45 എന്ന് പറഞ്ഞു കൊടുത്താൽ കേട്ടോ എൻ്റെ ലൈൻ എന്തിലേക്ക് മാറി, 45 ഡിഗ്രി ആംഗിളിലേക്ക് മാറി. ഓക്കെ, അതായത് ഈ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കൺസ്ട്രെയിൻ അപ്ലൈ ആയ ലൈനിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ആംഗിൾ കൊടുക്കാൻ പറ്റത്തില്ല. ഈ ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്, ഒരു ടൈപ്പ് ഓഫ് കൺസ്ട്രെയിൻ തന്നെ, ഒരു റിലേഷൻ തന്നെയാണ്. ഓക്കെ, അതുപോലെ അടുത്തൊരു ഓപ്ഷൻ, അതായത് 2-3 ഓപ്ഷൻസ് കൂടെ ഉണ്ട് പ്രോപ്പർട്ടീസിനകത്ത്. അതായത് ഇവിടെ നമ്മൾ റിലേഷൻ കാണുന്ന കാര്യം പറഞ്ഞു, അതുപോലെ റിലേഷൻ അപ്ലൈ ചെയ്യുന്ന കാര്യം പറഞ്ഞു, പാരാമീറ്റേഴ്സ് കൊടുക്കുന്നത് പറഞ്ഞു. അത് ഇനി ഇവിടെ ഉണ്ടോ ഓപ്ഷൻസിനകത്ത്, ഇവിടെ നമുക്ക് ഫോർ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഇൻഫിനിറ്റ് ലെങ്ത് എന്ന് പറഞ്ഞ 2 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ഫോർ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ഡെഫിനിഷനേ ഉള്ളൂ. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 3D ആക്കി മാറ്റാൻ പറ്റാത്ത ജോമെട്രി. ഓക്കെ, അതാണ് കൺസ്ട്രക്ഷൻ ലൈൻ. ഈ കൺസ്ട്രക്ഷൻ ലൈൻ എന്ന് പറയുന്നത് നമ്മൾ റെഫറൻസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ലൈൻ മാത്രമാണ്. അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, 3D ആക്കിയിട്ട് അല്ലെങ്കിൽ ഒരു 3D മോഡലായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോൾ ഈ കൺസ്ട്രക്ഷൻ ലൈൻ നിങ്ങൾ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ടായിരിക്കും. ഒന്നുമില്ല, നമ്മുടെ ഡോട്ടഡ് ലൈൻസ്. ഇപ്പോൾ നോക്കിക്കോ, ഞാൻ ഈ ലൈൻ സെലക്ട് ചെയ്തു, ഇവിടെ ഒരു കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ലൈനിൻ്റെ സ്റ്റേറ്റ് മാറി. എന്തായി, ഒരു ഡാഷ്ഡ് ഡോട്ടഡ് ലൈൻ ആയിട്ട് എന്താവും, എനിക്ക് കൺവേർട്ട് ആവും. ഈ ഒരു ലൈനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, 3D ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ഓക്കെ, ഇത് നമ്മൾ ഇതിൻ്റെ ഡയറക്റ്റ് പാത്താണ് എന്ത്, നമ്മൾ ലൈൻ സെലക്ട് ചെയ്യുക, പ്രോപ്പർട്ടി മാനേജറിൽ വരുന്ന ഫോർ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ് അപ്ലൈ ചെയ്യുക. ഓക്കെ, ഇനി അടുത്തൊരു ഓപ്ഷനാണിത് ഫോർ ഇൻഫിനിറ്റ് ലൈൻ എന്ന് പറയും. അപ്പം അതിൻ്റെതും കൂടെ ഒന്ന് കാണിച്ചു. ഞാനിവിടെ ഒരു ലൈൻ ക്രിയേറ്റ് ചെയ്തു. ആ ലൈനിന് ഞാനിവിടെ ഒരു സെയിം 100 mm ലെങ്ത് തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ ഈ ലൈൻ സെലക്ട് ചെയ്തിട്ട് അടുത്ത ഓപ്ഷനായിട്ട് ഇൻഫിനിറ്റ് ലെങ്ത് എന്ന് പറയുന്ന ലൈൻ അല്ലെങ്കിൽ ഓപ്ഷൻ ടിക്ക് ചെയ്യുന്ന സമയത്ത് ആ ലൈനിക്ക് എന്താവും, ഒരു ഇൻഫിനിറ്റ് ലൈൻ ലെങ്ത് ആവും. അതായത് നമ്മൾ മെയിനായിട്ട് ആക്സിസുകൾ ക്രിയേറ്റ് ചെയ്യുക, എക്സ് ആൻഡ് വൈ ആക്സിസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലൈനാണ് എന്ത്, ഈ ഒരു ഇൻഫിനിറ്റ് ലെങ്ത് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ലൈനിന് സ്റ്റാർട്ടിങ്ങും ഇല്ല എൻഡിങ്ങും ഇല്ല. സെലക്ട് ചെയ്യുക, ജസ്റ്റ് ഡിലീറ്റ് ചെയ്യുക, ഇത് മാത്രമേ ഇതിൽ എന്തുള്ളൂ, ഓപ്ഷനുള്ളൂ. ക്ലിയർ ആണല്ലോ? ഓക്കെ, അതുപോലെ വേറൊരു സാധനം കൂടെ പറഞ്ഞുതരാം. ഇതിലിപ്പോൾ ഞാൻ ഉണ്ടോ ഈ സാധനം ഞാനിങ്ങനെ ഓവർ സൂം ഔട്ട് ആയിരിക്കുവാണ്. നമ്മൾ സൂം ചെയ്ത് വരുമ്പോഴത്തേക്ക് ഉണ്ടോ ഓരോ ഡയറക്ഷനിലേക്കൊക്കെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ ഇത് കറക്റ്റ് നമ്മുടെ സ്ക്രീൻ ഫിറ്റ് ചെയ്ത് വരാൻ വേണ്ടി നിങ്ങൾ കീബോർഡിൽ എന്ത് യൂസ് ചെയ്യുക, എഫ് ബട്ടൺ യൂസ് ചെയ്യുക. എഫ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡ്രോയിങ് എന്തായിരിക്കും, നിങ്ങളുടെ ഗ്രാഫിക് വിൻഡോയിൽ ഫിറ്റ് ആയിട്ട് ഇരിക്കും. ഓക്കെ, ശരി. അപ്പോൾ ഞാനിതൊന്ന് ഡിലീറ്റ് ചെയ്യുവാണ്. ഇനി ഞാൻ എൻ്റെ ലൈനിൻ്റെ അകത്ത് വരുന്ന അടുത്ത ഓപ്ഷൻസ് അല്ലെങ്കിൽ ലൈൻ ടൂളുകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ലൈനിൻ്റെ അകത്ത് വരുന്ന വേരിയൻസ് ഏതൊക്കെയാണ്. അപ്പോൾ അതിൽ നമുക്ക് ഫസ്റ്റ് വരുന്ന ടൈപ്പാണ് സ്റ്റാൻഡേർഡ് ലൈൻ എന്ന് പറയും. ഓക്കെ, സ്റ്റാൻഡേർഡ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന സാധനം, അതായത് നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ജോമെട്രീസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ലൈൻസിനാണ് സ്റ്റാൻഡേർഡ് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മൾ ഈ വരച്ച ഈ ലൈൻസിനെല്ലാം നമ്മൾ എന്ത് പറയും, സ്റ്റാൻഡേർഡ് ലൈൻ എന്ന് പറയും. ഈ സ്റ്റാൻഡേർഡ് ലൈൻ ഓപ്ഷനാണ് നിങ്ങൾ ലൈൻ ടൂൾ ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഉണ്ടോ പ്രോപ്പർട്ടിക്കകത്ത് ഓറിയൻറ്റേഷനകത്ത് ആസ് സ്കെച്ച്ഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത് എന്താണ്, നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ലൈനാണ്. ഓക്കെ, രണ്ടാമത്തെ ഒരു ഓപ്ഷനാണ് എന്ത്, സെൻറ്റർ ലൈൻ. അപ്പോൾ ഈ സെൻറ്റർ ലൈൻ എന്ന് പറയുമ്പം നമ്മുടെ ഡോട്ടഡ് ലൈനിനെയാണ് നമ്മൾ സെൻറ്റർഡ് ലൈൻ എന്ന് പറയുന്നത്. നമ്മുടെ കൺസ്ട്രക്ഷൻ ജിയോമെട്രീനെയാണ് നമ്മൾ സെൻറ്റർ ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ പറയാൻ കാരണം, ഇപ്പോൾ ഞാൻ ഇതിനെ കൺസ്ട്രക്ഷൻ ആക്കി, അങ്ങനെ പറയാൻ കാരണം വേറെ ഒന്നുമില്ല, നമുക്ക് ഇവിടെ ഒരു കുറച്ച് ടൂളുകളുണ്ട്. അതായത് ആക്സിസുകൾ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന കുറച്ച് ടൂളുകളുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ റിവോൾവ് എന്ന് പറയുന്നൊരു ടൂളുണ്ട്. അതായത് നമ്മൾ ഒരു ആക്സിസിനെ ബേസ് ചെയ്ത് റൗണ്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, 3D മോഡൽസ് ക്രിയേറ്റ് ചെയ്യുന്ന ടൂളുകൾ. അപ്പോൾ അങ്ങനത്തെ കാറ്റഗറിയിൽ വരുന്ന കുറച്ച് ടൂളുകളുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ടൂളുകളെല്ലാം വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ഒരു ആക്സിസ് വേണം. ഓക്കെ, അപ്പോൾ അങ്ങനെ പറയുന്ന പേര് അല്ലെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷനിൽ വർക്കാവുന്ന ലൈൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ ഒരു സെൻട്രൽ ലൈൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ ഈ പറയുന്ന പോലെ കൺസ്ട്രക്ഷൻ ലൈൻ, ഇതുപോലെ നമുക്ക് ഫൈനൽ ജോമെട്രിയിൽ എന്തില്ല, ഈ ഒരു കൺസ്ട്രക്ഷൻ ലൈൻ കാണാൻ വേണ്ടി പറ്റത്തില്ല. പ്യുവർലി നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, റെഫറൻസിന് വേണ്ടി മാത്രം. അത് ക്ലിയർ ആണല്ലോ? ഓക്കെ, ശരി. ഇനി ഇപ്പം നമ്മൾ ഈ പറഞ്ഞ കൺസ്ട്രക്ഷൻ ലൈൻസ്, റിലേഷൻസ്, ഈ സാധനങ്ങളൊക്കെ ഇപ്പം ഞാൻ പറഞ്ഞ നമ്മൾ മെയിൻ പാത്തിൽ പോയി.
അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇനി ഞാൻ ഇതെല്ലാം പെട്ടെന്ന് അതിൽ സ്പീഡായിട്ട് നമ്മളെങ്ങനെ ചെയ്യാം എന്നുള്ളതും കൂടെ പറഞ്ഞു തരാം. അപ്പോൾ സ്പീഡായിട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ആദ്യം ഇതൊന്ന് ഡിലീറ്റ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഞാൻ ലൈൻ വരയ്ക്കുമ്പോൾ എനിക്ക് ഹൊറിസോണ്ടൽ ലൈൻ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ റിലേഷൻ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, പോയിന്റ് സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കാൻ പറ്റും, അതുപോലെ വെർട്ടിക്കൽ ലൈനും നമുക്ക് വരയ്ക്കാൻ പറ്റും. ഇനി കൺസ്ട്രക്ഷൻ ലൈൻ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ലൈൻ ടൂൾ ആക്ടിവേറ്റ് ചെയ്യുക, ഫസ്റ്റ് ലൈൻ ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോൾ ഞാൻ വരയ്ക്കുന്ന ലൈൻ എനിക്ക് കൺസ്ട്രക്ഷൻ ലൈൻ ആണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾ ഇവിടെ വന്ന് ഓപ്ഷനിൽ വന്ന് ഇവിടെ വന്ന് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് നിങ്ങൾ ഫസ്റ്റ് പോയിന്റ് സെക്കൻഡ് പോയിന്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എസ്കേപ്പ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പ്രത്യേകിച്ചൊന്നും കണ്ടിട്ടില്ലല്ലോ. ഇതിന് വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഞാൻ ഒരു ലൈൻ എടുത്ത് ഇവിടെ വരച്ചു കഴിഞ്ഞ് ഞാൻ എസ്കേപ്പ് കൊടുത്ത് ഈ ലൈൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് കണ്ടോ എനിക്ക് ഇങ്ങനൊരു വിൻഡോ ഓപ്പൺ ആയി വരും. ഇത് ഒരുവിധം ഷോർട്ട് കട്ട്സ് ആണ്. അതായത് ഇവിടെ കാണുന്ന നമ്മുടെ പ്രോപ്പർട്ടി മാനേജറിൽ കാണുന്ന നമ്മുടെ എന്തൊക്കെ കാണാം, റിലേഷൻസ് 3 ഇവിടെ കാണാൻ പറ്റും. ഡയമെൻഷൻസ് കണ്ടോ, ഓട്ടോ ഇൻസെർട്ട് ഡയമെൻഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ കൺസ്ട്രക്ഷൻ ജോമെട്രി, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ എന്തുണ്ട്, എക്സിറ്റ് സ്കെച്ച് ഉണ്ട്, സ്മാർട്ട് ഡയമെൻഷൻ ഉണ്ട്, സ്കെച്ച് ന്യൂമറിക് ഇൻപുട്ട് ഉണ്ട്, അതുപോലെ സൂം ടു സെലക്ഷൻ ഉണ്ട്. ഇങ്ങനെ കുറച്ച് ഷോർട്ട് കട്ടുകൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതും ഞാൻ പറഞ്ഞല്ലോ, ജസ്റ്റ് മൗസ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, അത് പോയി. നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഓപ്പൺ ആവുന്ന സാധനമാണത്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഈ ഒരു ലൈൻ വരച്ചു, സെലക്ട് ചെയ്യുന്നു, എന്ത് ചെയ്യുക, ഇവിടെ കൺസ്ട്രക്ഷൻ ജോമെട്രി, കൺസ്ട്രക്ഷൻ ആയി. ഇനിയിപ്പോൾ ഞാനൊരു ലൈൻ വരയ്ക്കുകയാണ്. ഞാൻ വരച്ചപ്പോൾ എനിക്ക് ഹൊറിസോണ്ടലാണ് വേണ്ടത്, എന്തായിപ്പോയി, കുറച്ച് ചെരിഞ്ഞ് പോയി. സെലക്ട് ചെയ്യുക, ഇവിടെ ഉണ്ടോ മേക്ക് ഹൊറിസോണ്ടലായല്ലോ. ഓക്കെ, ഇനിയിപ്പോൾ ഈ ഹൊറിസോണ്ടൽ ലൈനെ ഞാൻ എന്ത് ചെയ്യുകയാണ്, ഒന്ന് പിക്ക് ചെയ്തിട്ട് വെർട്ടിക്കൽ ആക്കുവാണ്. വെർട്ടിക്കൽ ആക്കുന്ന സമയത്ത് ഉണ്ടോ നിങ്ങൾക്ക് കുറച്ചൊരു മഞ്ഞ കളറ് ചുവപ്പ് കളറ് ഓപ്ഷൻസ് ഒക്കെ അവിടെ ഇവിടെയൊക്കെ കാണാൻ പറ്റും. ഒന്നുമില്ല, താഴെ നോക്കിയേ, ഒരു ഓവർ ഡിഫൈൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. നിങ്ങളുടെ സ്കെച്ച് എന്താണ്, ഓവർ ഡിഫൈൻ ആണ്. അതായത് നിങ്ങളുടെ സ്കെച്ചിന് ഓൾറെഡി അവിടെ ഹൊറിസോണ്ടൽ എന്ന് പറയുന്ന ഒരു കൺസ്ട്രെയിൻ ഉണ്ട്. ദെൻ അതിൻ്റെ മുകളിൽ നമ്മൾ വീണ്ടും ഒരു കൺസ്ട്രെയിനും കൂടെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താവത്തില്ല, അതവിടെ സോൾവ് ആവത്തില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അതെന്താവും, ഓവർ ഡിഫൈൻ ആവും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വരുന്ന എറർ ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് കാണുന്നത്, നിങ്ങളുടെ സ്കെച്ച് ഈസ് ഓവർ ഡിഫൈൻ എന്ന് പറഞ്ഞു വരും. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് വേറൊന്നുമില്ല, നിങ്ങൾക്ക് ഇപ്പോൾ ഏത് കൺസ്ട്രെയിൻ ആണോ അവിടെ വേണ്ടത്, എനിക്കിപ്പോൾ ഹൊറിസോണ്ടൽ തന്നെ മതി എന്നാണെങ്കിൽ നിങ്ങളുടെ വെർട്ടിക്കൽ പിക്ക് ചെയ്ത് എന്ത് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. വെർട്ടിക്കലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൊറിസോണ്ടൽ പിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്ത് കൊടുക്കുക, ഡിലീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതെന്താവും, വെർട്ടിക്കലിലേക്ക് കൺവേർട്ട് ആവും. അപ്പോൾ ഈ ഒരു എറർ കണ്ടപ്പോൾ ഞാൻ ഓവർ ഡിഫൈൻ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നത് എന്തായിരിക്കും ഈ ഓവർ ഡിഫൈൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അതായത് നമ്മൾ സ്കെച്ച് വരയ്ക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അതായത് നമ്മുടെ സ്കെച്ച് എപ്പോഴും ഫുള്ളി ഡിഫൈൻ ആയിരിക്കണം എന്ന് പറയും. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഫുള്ളി ഡിഫൈൻ സ്കെച്ച്? അപ്പോൾ ഈ ഫുള്ളി ഡിഫൈൻ സ്കെച്ച് എന്ന് പറയുമ്പം ഞാൻ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ നമ്മുടെ സ്കെച്ചിൻ്റെ മൂവ്മെൻറ്റ് നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോപ്പായില്ലേ? അങ്ങനെയല്ല, നമുക്ക് എഡിറ്റബിൾ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ സ്കെച്ചിൻ്റെ മൂവ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യുക. ഇതിനെയാണ് നമ്മൾ ഫുള്ളി ഡിഫൈൻഡ് സ്കെച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ നമ്മൾ ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ടാബോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ, ആ കൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കിയിരുന്നാലേ അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരുന്നാലേ നമുക്കിത് വരച്ചാൽ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ ലൈൻ എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ 3 ലൈൻസ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ ഒരു ലൈൻ ക്രിയേറ്റ് ചെയ്തു, അത് കഴിഞ്ഞ് രണ്ടാമത് ഞാനിവിടെ ഒരു ലൈൻ ക്രിയേറ്റ് ചെയ്തു, ഞാൻ മൂന്നാമത് ഇവിടെ ഒരു ലൈൻ ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഇതിന് ഞാനിവിടെ ഒരു കൺസ്ട്രെയിനും കൂടെ കൊടുത്തു. ഓക്കെ, ഇതാണ് നിങ്ങളുടെ 3 ലൈൻ സ്റ്റേറ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ എൻ്റെ ഈ കൺസ്ട്രെയിൻസ് എല്ലാം എന്ത് ചെയ്യുകയാണ്, അല്ല കിടക്കട്ടെ, വേറെ ഒന്നുമല്ല, ഈ ഫസ്റ്റ് കാണുന്ന ലൈനാണ് നിങ്ങളുടെ അണ്ടർ ഡിഫൈൻഡ് ആയിട്ടുള്ള ലൈൻ. ഇതെന്താണ്, ഫുള്ളി ഡിഫൈൻ. പക്ഷേ ഇത് ഫുള്ളി ഡിഫൈൻ അല്ല. ഇത് ഫുള്ളി ഡിഫൈൻ എന്ന് പറയണമെങ്കിൽ ഞാൻ എൻ്റെ ഒരു ഡയമെൻഷനും കൂടെ കൊടുത്തു. ഓക്കെ, ഇപ്പോൾ ഇതെന്താണ്, ഫുള്ളി ഡിഫൈൻഡ് സ്കെച്ച്. അതായത് അണ്ടർ ഡിഫൈൻഡ്, ഫുള്ളി ഡിഫൈൻഡ്, ദെൻ ഓവർ ഡിഫൈൻഡ്. ഇങ്ങനെ 3 സ്റ്റേറ്റുകളാണ് നമ്മുടെ ഡ്രോയിങ്സിൽ നിങ്ങൾക്ക് സോളിഡ് വർക്ക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വരാൻ പോകുന്നത്. നമുക്കിവിടെ ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ ഈ സെൻറ്ററിൽ കാണുന്ന ഈ ഫുള്ളി ഡിഫൈൻഡ് എന്ന് പറയുന്ന സ്റ്റേറ്റാണ് നമുക്ക് എന്ത് ഡ്രോയിങ് ചെയ്യുമ്പോഴും നമുക്ക് ഫൈനലി ആവശ്യമുള്ളത്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് വരുന്നത് എന്നുള്ളതും കൂടെ ഞാൻ പറഞ്ഞു തരാം.
ആദ്യം അണ്ടർ ഡിഫൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നമുക്ക് ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് എന്തുണ്ടായിരിക്കും? ഒരു മൂവ്മെൻ്റ് ഉണ്ടായിരിക്കും. ഇതാണ് അണ്ടർ ഡിഫൈൻഡ് എന്ന് പറയുമ്പോൾ. മനസ്സിലാക്കാൻ ഇതാണ് എളുപ്പം. ഏതെങ്കിലും ഒരു നിങ്ങൾ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ അതിനൊരു മൂവ്മെൻ്റ് ഉണ്ടോ? അതെന്താണ്? അണ്ടർ ഡിഫൈൻഡ് ആണ്. ഫുള്ളി ഡിഫൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെപ്പോഴും എന്തിലായിരിക്കും? ബ്ലാക്ക് കളറിലായിരിക്കും ഡിഫോൾട്ടായിട്ട് സോളിഡ് വർക്സിൽ വരുന്നത്. അണ്ടർ ഡിഫൈൻഡ് കളർ എന്താ? ബ്ലൂ ആണെങ്കിൽ ഫുള്ളി ഡിഫൈൻഡ് ആകുമ്പോൾ അത് ബ്ലാക്ക് സ്കെച്ചിലേക്കാവും. ഓവർ ഡിഫൈൻഡ് ആകുമ്പോൾ ഒന്നെങ്കിൽ യെല്ലോ അല്ലെങ്കിൽ റെഡ്, ഇതിലേതെങ്കിലും ഒരു കളറിലേക്കായിരിക്കും എന്താവുന്നത്? ഓവർ ഡിഫൈൻഡ് വരുന്നത്. ഓവർ ഡിഫൈൻ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു കൺസ്ട്രെയിൻ്റെ മുകളിൽ നമ്മൾ വേറൊരു കൺസ്ട്രെയിൻ കൊടുക്കുമ്പോൾ അതെന്താവും? അതതിൽ മാറ്റങ്ങളൊന്നും വരുത്തുന്നില്ല എന്നുണ്ടെങ്കിൽ അതെന്തായി? ഓവർ ഡിഫൈൻ ആയിട്ട് മാറും. ക്ലിയർ ആണല്ലോ? അതെ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കണ്ടീഷൻസ്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ 3 രീതിയിലാണ് വരച്ചത്. അതായത് ഇപ്പോൾ ഞാൻ ഫസ്റ്റ് വരച്ച ലൈൻ ചുമ്മാ ഒരു ലൈൻ വരച്ചുള്ളൂ. രണ്ടാമത്തെ ലൈൻ കണ്ടോ, ഇവിടെ ഒരു ഒറിജിൻ പോയിന്റ് ഉണ്ട്. ഈ പോയിന്റിലാണ് ഞാൻ വരച്ചത്. ദെൻ ഒരു ഡയമെൻഷൻ കൊടുത്തപ്പോഴത്തേക്ക് അതെന്തായി? എനിക്ക് ഫുള്ളി ഡിഫൈൻഡ് ആയി. ഇത് ഓവർ ഡിഫൈൻ. ഈ ഓവർ ഡിഫൈൻ ഞാൻ പറഞ്ഞു, ഞാൻ ഇതൊന്ന് ഒഴിവാക്കുവാണേ. ഓവർ ഡിഫൈൻ ഞാൻ ഇനി വരുന്ന വീഡിയോസിൽ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നിൻ്റെയും കൂടെ പറഞ്ഞുതരാം, പ്രശ്നമില്ല. അപ്പോൾ എങ്ങനെ നമ്മളൊരു ഫുള്ളി ഡിഫൈൻ ചെയ്യും? അതായത് ഇപ്പം ഞാൻ ഫസ്റ്റ് ലൈൻ വരച്ചു, സെക്കൻഡ് ലൈൻ ഞാൻ ഒറിജിനലാണ് വരച്ചത്. ഇപ്പോൾ നോക്കിക്കേ, ഞാൻ സെക്കൻഡ് ലൈൻ ഒറിജിനൽ വരയ്ക്കുന്ന സമയത്ത് എൻ്റെ ലൈനിൻ്റെ കളർ എന്താണ്? ബ്ലാക്ക് ആണ്. ഇതെന്താണ്? ബ്ലൂ ആണ്. ഈ ലൈനിൻ്റെ എൻഡ് പോയിന്റ് എന്താണ്? ബ്ലൂ കളർ. അതായത് ഈ ഒരു ഡയറക്ഷനിലേക്ക് എനിക്ക് എന്തുണ്ട്? മൂവ്മെൻ്റ് ഉണ്ട്. ഓക്കെ, ഈ ഒരു ഡയറക്ഷൻ എന്താണ്? ലോക്ക്ഡ് ആണ്. സോ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒറിജിൻ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫിക്സഡ് പോയിന്റ് ആണ്. ഈ പോയിന്റിൽ നിന്ന് നമ്മൾ അല്ലെങ്കിൽ ആ ഒരു പോയിന്റ് ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഡ്രോയിങ് എന്ത് ചെയ്യുന്നത്? സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ഡ്രോയിങ്സ് വരയ്ക്കുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ സ്റ്റാർട്ടിങ് എവിടെ ആയിരിക്കണം? ഒറിജിൻ പോയിന്റിൽ നിന്നായിരിക്കണം. അത് ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി ഇപ്പോൾ ഒറിജിൻ പോയിന്റിലാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യേണ്ട. ഒരു ലൈൻ വരച്ച് ഡയമെൻഷൻ കൊടുക്കുമ്പോഴത്തേക്ക് എന്താവും? ഇതിവിടെ ഡിഫൈൻഡ് ആയിട്ട് വരും. ഇനിയിപ്പോൾ നിങ്ങൾ ഒറിജിനിൽ നിന്നും മാറ്റി എന്ത് ചെയ്യുവാണ്? ഒരു ലൈൻ ക്രിയേറ്റ് ചെയ്യുവാണ്. ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഇവിടെ വെച്ചുകൊണ്ട് തന്നെ ഫുള്ളി ഡിഫൈൻ ചെയ്യണം. എല്ലാവർക്കും വരുന്ന ഡൗട്ടാണ്, സാർ ഒരു ഒറിജിൻ പോയിന്റ് അല്ലേ ഉള്ളൂ, നമ്മൾ പിന്നെ എങ്ങനെ ഒന്നിൽ കൂടുതൽ ഡ്രോയിങ്സ് വരയ്ക്കും? അവിടെയാണ് കളി. അതായത് നമ്മൾ ഈ ഒരു ലൈൻ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഒറിജിനൽ പോയിന്റ് നിന്നും മുകളിലേക്കായിട്ടാണ് നിൽക്കുന്നത്. എനിക്ക് ഇവിടെ വെച്ചുകൊണ്ട് തന്നെ ഇതിനെന്ത് ചെയ്യണം? ഫുള്ളി ഡിഫൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ 3 കണ്ടീഷൻസ് ആണുള്ളത്. ഒന്നെന്ന് പറയുന്നത് ആ ഒരു ലൈനിൻ്റെ ഡയമെൻഷൻ അല്ലെങ്കിൽ ആ ഒരു ലൈനിൻ്റെ ഫസ്റ്റ് ഡയമെൻഷൻ നമ്മൾ എന്ത് ചെയ്യണം? മെൻഷൻ ചെയ്യണം. സോ ഞാൻ ഫസ്റ്റ് എന്ത് ചെയ്ത് എൻ്റെ ഡയമെൻഷൻ ഞാനിവിടെ കൊടുത്ത്. എന്തെങ്കിലും ആയോ? ഇല്ല, ഒന്നും ആയിട്ടില്ല. ഇനി അടുത്തൊരു കണ്ടീഷൻ എന്ന് പറയുന്നത്, നമുക്കിവിടെ ഞാൻ പറഞ്ഞു നമുക്ക് എപ്പോഴും ഒരു ഫിക്സഡ് പോയിന്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ ഇവിടുത്തെ ഫിക്സഡ് പോയിന്റ് എന്ന് പറയുന്നത് എന്താ? എൻ്റെ ഒറിജിൻ പോയിന്റ്. അപ്പോൾ ഞാൻ അടുത്തത് ചെയ്യുന്നത് ഒറിജിനിൽ നിന്നും എൻ്റെ ജോമെട്രിയിലേക്കുള്ള ഡിസ്റ്റൻസ് കൂടെ ഞാൻ എന്ത് ചെയ്ത് കൊടുക്കുകയാണ്? ഇവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കും. അതായത് ഒറിജിനിൽ നിന്നും എൻ്റെ ഈ ഒരു ലൈനിലേക്കുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ഞാനിവിടെ മെൻഷൻ ചെയ്തു. ഇപ്പം എന്തായി? എൻ്റെ ലൈൻ ബ്ലാക്ക് ആയല്ലോ, എൻ്റെ പോയിന്റ് മാത്രമേ എന്തുള്ളൂ? ബ്ലൂ കളറുള്ളൂ. അതായത് ഇപ്പം എൻ്റെ ലൈൻ അല്ലെങ്കിൽ എൻ്റെ സ്കെച്ച് പാർഷ്യലി ഡിഫൈൻഡ് ആയി. ഇനി നിങ്ങൾക്ക് അടുത്തത് എന്ത് ചെയ്യണം എന്നാണെങ്കിൽ ഇതിൻ്റെ അടുത്തൊരു ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഈ താഴോട്ടും മുകളിലേക്കുള്ള മൂവ്മെൻറ്റ് എന്തായി? സ്റ്റോപ്പായി. ഇനി ഇതിനുള്ള മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു മൂവ്മെൻ്റ് ഉണ്ട് ഹൊറിസോണ്ടലി. അപ്പോൾ ഇതും സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുവാണ്? സെയിം ഡയമെൻഷൻ എടുത്തിട്ട് എൻ്റെ ഒറിജിനൽ പോയിന്റിൽ നിന്നും എൻ്റെ ഈ ഒരു ലൈനിലേക്കുള്ള ഹൊറിസോണ്ടൽ ലൈൻ, അപ്പോൾ ഞാൻ ഈ ഇങ്ങനെ പിക്ക് ചെയ്ത സമയത്ത് ഉണ്ടോ എനിക്ക് ഈ ഒരു ഡയമെൻഷൻ മാറ്റാൻ പറ്റണില്ല. എൻ്റെ ഈ സെയിം ഡയമെൻഷൻ തന്നെയാണ് വരുന്നത്. ഇതിന് പകരം ഞാൻ ഒറിജിൻ പോയിന്റും എൻ്റെ ഈ ഒരു പോയിന്റും പിക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഡയറക്ഷൻ കാണിച്ചു കൊടുത്താൽ മതി. ഇപ്പം ഇത് ഹൊറിസോണ്ടൽ ഡയമെൻഷൻ ആണെങ്കിൽ ഇത് വെർട്ടിക്കൽ ഡയമെൻഷൻ, ഇത് നോർമൽ ഡയമെൻഷൻ. ഓക്കെ, ഇപ്പം ഞാൻ എൻ്റെ ഹൊറിസോണ്ടൽ ഡയമെൻഷനും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ലൈൻ എന്തായി? ഫുള്ളി ഡിഫൈൻഡ് ആയി. ഇത് ഫുള്ളി ഡിഫൈൻഡ് ആണോ എന്നറിയാൻ വേണ്ടി നിങ്ങളുടെ സ്റ്റാറ്റസ് ബാറിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. കണ്ടോ, ഫുള്ളി ഡിഫൈൻഡ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു സ്കെച്ചിനെ ഫുള്ളി ഡിഫൈൻഡ് ആയിട്ട് ചെയ്യുന്നത്. ഇത്രയും ക്ലിയർ ആണല്ലോ? ശരി. ഇനി ഒരു ആംഗിൾഡ് ലൈനാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ
ഇപ്പം എൻ്റെ ഒറിജിനിൽ നിന്നും മാറി ഞാൻ എന്ത് ചെയ്യുവാണ്, ഒരു ആംഗിൾ ലൈൻ കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഒറിജിനെ നമ്മൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഈ ഒരു ലൈനിനെ നമ്മൾ ഒറിജിനിൽ നിന്നും ഡിഫൈൻ ചെയ്യണം. അപ്പോൾ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് സെയിം നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാം, ഇതിൻ്റെ ഡയമെൻഷൻ കൊടുക്കാം, ലൈൻ ഡയമെൻഷൻ കൊടുക്കാം, ഹൊറിസോണ്ടലിൽ വെർട്ടിക്കൽ ഡയമെൻഷൻസ് എവിടെ നിന്നുള്ള, ഒറിജിനിൽ നിന്നുള്ള ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഡയമെൻഷൻസ് നിങ്ങൾക്ക് ഇവിടെ മെൻഷൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, എന്നിട്ടും ഇത് ഡിഫൈൻ ആയിട്ടില്ല. എന്തുകൊണ്ട്? ഇതിന് ഇപ്പോഴും എന്തുണ്ട് കണ്ടോ, ഈ ഒരു മൂവ്മെൻ്റ് ഉണ്ട്. ഇത് എന്ത് മൂവ്മെൻറ്റാണ്? ഇതിനാണ് ആംഗിൾ മൂവ്മെൻറ്റ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ആംഗിളും കൂടെ ഇവിടെ ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആംഗിൾ ഡിഫൈൻ ചെയ്യണമെങ്കിൽ നമ്മൾ ആംഗിൾ എടുക്കണമെങ്കിൽ എപ്പോഴും നമ്മൾ എന്ത് വേണം, ആ ഏത് ലൈനാണോ ചെരിഞ്ഞു നിൽക്കുന്നത് അവിടെ നിന്നും താഴെ, അല്ലെങ്കിൽ ഒരു റെഫറൻസിൽ നിന്നാണ് നമ്മൾ എന്തെടുക്കുന്നത്, ആംഗിൾ ലൈൻസ് എടുക്കുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് റെഫറൻസ് ഒന്നും ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും, അപ്പം അതിനൊരു മെത്തേഡ് ഉണ്ട്, ഒരു സിമ്പിൾ, ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് പോലത്തെ ഒരു മെത്തേഡ്. നമ്മൾ ഡയമെൻഷൻ എടുത്തിട്ട് ഞാൻ ഈ ലൈൻ സെലക്ട് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് ക്രിയേറ്റ് ആവും, ആ ലൈനിൻ്റെ ഡയമെൻഷൻ ക്രിയേറ്റ് ആയല്ലോ. എന്നിട്ട് നിങ്ങൾക്ക് ഏത് കോർണറിൽ നിന്നാണോ ആംഗിൾ വേണ്ടത്, ഇപ്പോൾ എനിക്ക് ഈ ഒരു ആംഗിളാണ് വേണ്ടത്, ആ എഡ്ജിലുള്ള പോയിന്റ് സെലക്ട് ചെയ്യുക. ലൈനിൻ്റെ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആരോ കാണാം. ഇതാണ് നിങ്ങളുടെ റെഫറൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ ഈ ഒരു ആരോ പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ വരുന്ന ഈ ഒരു ആംഗിൾ ക്രിയേറ്റ് ആവും. ഈ ആരോ പിക്ക് ചെയ്താൽ എനിക്ക് ഇങ്ങനെ വരുന്ന ഈ ഒരു ആംഗിൾ ക്രിയേറ്റ് ആവും. ഇവിടെ പിക്ക് ചെയ്താൽ എനിക്ക് ഈ ടോട്ടൽ ആംഗിൾ ക്രിയേറ്റ് ആവും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റെഫറൻസ് ഇല്ലാണ്ട് ലൈൻ മാത്രം യൂസ് ചെയ്ത് ആംഗിൾ കൊടുക്കുന്ന മെത്തേഡ്. അതായത് ലൈൻ ഡയമെൻഷൻ പിക്ക് ചെയ്യുക, എന്നിട്ട് ലൈൻ്റെ ഒരു എൻഡ് പോയിന്റ് പിക്ക് ചെയ്യുക, ദെൻ ഈ ഒരു ആരോ പിക്ക് ചെയ്യുമ്പോൾ ഉണ്ടോ നിങ്ങൾക്ക് ആ ഒരു ആംഗിൾ നിങ്ങൾക്ക് ഇവിടെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ലൈനിനെ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഡിഫൈൻ എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഫുള്ളി ഡിഫൈൻ, ഓവർ ഡിഫൈൻ, അണ്ടർ ഡിഫൈൻ. ഇനിയിപ്പോൾ ഇത് നിങ്ങൾക്ക് ഓവർ ഡിഫൈൻ ആക്കണോ നോക്കിക്കോ, ഞാൻ ചുമ്മാ ഇവിടെ ഒരു ഡയമെൻഷൻ കൂടെ കൊടുക്കുകയാണ്, എന്തായി, ഓവർ ഡിഫൈൻ ആയി. മനസ്സിലായില്ലേ? ഇതാണ് സംഭവം. ആവശ്യമുള്ളത് മാത്രം കൊടുത്താൽ മതി, ആവശ്യമില്ലാത്ത വന്നു കഴിഞ്ഞാൽ എന്തായി, ഓവർ ഡിഫൈൻ ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്കെച്ചിൻ്റെ ഓവർ ഡിഫൈൻ ആൻഡ് ഡിഫൈൻ ചെയ്ത് വെക്കുന്നത്. അടുത്തൊരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ലൈനിൻ്റെ രണ്ട് പ്രോപ്പർട്ടീസ്. അതായത് ലൈനിൻ്റെ പ്രോപ്പർട്ടി അല്ല, ഒരു മെത്തേഡ്. നമ്മൾ ലൈനിനെ ഡയറക്റ്റ് എന്ത് ചെയ്യുവാണ്, ആർക്കായിട്ട് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ ലൈനിനെ ആർക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല, ലൈൻ വരയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ സിമ്പിളായിട്ട് മെത്തേഡ് പറഞ്ഞുതരാം. ഷോർട്ട് കട്ട് പിടിച്ചോ. അതായത് നമ്മുടെ കീബോർഡിൽ എ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താവും, ആ കണ്ടിന്യൂസ് ലൈനിനെ നമുക്കൊരു ആർക്കായിട്ട് കൺവേർട്ട് ചെയ്യാം. ദെൻ ആർക്ക് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും നമുക്ക് തുടങ്ങുന്നത്, കണ്ടിന്യൂസ് ലൈൻ ആയിരിക്കും. ദെൻ ഈ ഒരു ലൈൻ ഞാൻ വീണ്ടും എ പ്രസ് ചെയ്യുവാണ്, എനിക്ക് എന്താവും, അത് വീണ്ടും ആർക്കിലേക്ക് കൺവേർട്ട്. കണ്ടോ, ഞാൻ ലൈൻ ടൂൾ യൂസ് ചെയ്തിട്ടാണ് എന്ത് വരച്ചത്, ഇവിടെ ഒരു സർക്കിൾ ഞാൻ ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. നമ്മുടെ ഈ ഒരു ഒറ്റ ലൈൻ ടൂൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു ടാബിൽ കാണുന്ന സർക്കിൾ, ഈ സ്പ്ലൈൻ ആൻഡ് എലിപ്സ് ഒഴിച്ചിട്ട് ബാക്കിയുള്ള എല്ലാ ടൂളുകളും നിങ്ങൾക്ക് ഈ കാണുന്ന 6 ടൂളുകളും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ലൈൻ ടൂൾ വെച്ചിട്ട് വരയ്ക്കാൻ വേണ്ടി പറ്റും. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി ബിഗിനേഴ്സിന് കോമൺ ആയിട്ട് വരുന്ന കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, അതും കൂടെ ഞാൻ പറഞ്ഞുതരാം. വേറൊന്നുമല്ല, ഫസ്റ്റ് വരുന്നതാണ് നമ്മൾ ഈ ഓവർലാപ്പിംഗ് ലൈൻസ് വരയ്ക്കും. അതായത് ഇപ്പോൾ ഞാൻ ഒരു ലൈൻ യൂസ് ചെയ്തിട്ട് ഇവിടെ ഒരു റെക്റ്റാങ്കിൾ വരച്ചു, എനിക്ക് ഇതുപോലെ ഒരു റെക്റ്റാങ്കിൾ ഇവിടെയും വേണം. എന്ത് ചെയ്യും, വീണ്ടും ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത് എന്ത് ചെയ്യും, വരയ്ക്കുന്നൊരു പ്രവണത ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഇവിടെ ഇപ്പോൾ നമുക്ക് എത്ര ലൈൻസ് വന്നു, 2 ലൈൻസ് വന്നു. അപ്പോൾ ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത് വരയ്ക്കുന്നത് എന്ത് ചെയ്യാം, ഒഴിവാക്കാം. അത് കഴിഞ്ഞ് അടുത്തൊരു ഓപ്ഷനാണ് ഈ ഓപ്പൺ സ്കെച്ചായിട്ട് വിടുക. അപ്പോൾ ഈ ഓപ്പൺ സ്കെച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമില്ല, ഈ ഓപ്പൺ സ്കെച്ചിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, 3D ആക്കാൻ പറ്റത്തില്ല. 3D ആക്കാൻ പറ്റത്തില്ല എന്നല്ല, പറ്റും, പക്ഷേ അത് വേറെ തന്നെ ഒരു സെക്ഷനാണത്. എങ്ങനെ നമ്മൾ ഓപ്പൺ സ്കെച്ചിനെ, അവിടെയാണ് നമ്മൾ ഈ സർഫസ് മോഡലിംഗ് എന്ന് പറയുന്നൊരു സംഭവം വരുന്നത്. ഓപ്പൺ സ്കെച്ചിനെ എങ്ങനെ നമ്മൾ 3D ആക്കാം. അപ്പോൾ നമ്മളൊരു സോളിഡ് മോഡലിങ്ങിലേക്ക് വരുന്ന സമയത്ത് ഒരു ലൈൻ ടൂൾ തന്നെ എടുത്ത് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാൻ വരച്ചിരിക്കുന്ന ഈ ലൈൻ എന്ന് പറയുന്നത് ഒരു ഓപ്പൺ സ്കെച്ചാണ്. ഓക്കെ, ഇപ്പം സോളിഡ് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് എപ്പോഴും വേണ്ട എന്താണ്, ക്ലോസ്ഡ് പ്രൊഫൈൽസ് ആണ്. അപ്പോൾ ക്ലോസ്ഡ് പ്രൊഫൈൽ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായിരിക്കണം, അത് ക്ലോസ്ഡ് ആയിരിക്കണം. ഇതെന്താണ്, ഒരു ക്ലോസ്ഡ് പ്രൊഫൈലാണ്, ഇതൊരു ഓപ്പൺ പ്രൊഫൈലാണ്. ക്ലിയർ ആണല്ലോ?
ഇതിൽ വേറൊരു കൺസെപ്റ്റും കൂടെ ഉണ്ട്. ഇപ്പോൾ ഇതൊരു ക്ലോസ്ഡ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതിൻ്റെ ഇടയിൽ ഒരു ലൈനും കൂടെ ക്രിയേറ്റ് ചെയ്യുവാണ്. ഇപ്പോൾ ഇതെന്തായി? ഒരു ഓപ്പൺ പ്രൊഫൈലായിട്ടാണ് സോളിഡ് വർക്ക്സ് കണക്കാക്കുന്നത്. അതെന്താണെന്നുള്ളതും ഞാൻ ഇതേപോലെ 3D മോഡലിംഗ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇങ്ങനൊരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പം ക്ലോസ്ഡ് പ്രൊഫൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ്, അതിൻ്റെ ഇടയിൽ വേറെ ഡിസ്റ്റർബൻസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവരുത്. ഉണ്ടായി കഴിഞ്ഞാൽ അതെന്തായി? ഓപ്പണായി. അതായത് ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ വരുന്ന സമയത്ത് എനിക്ക് ഇവിടെ എത്തുമ്പോൾ ഉണ്ടോ ഒരു ജംഗ്ഷൻ, ഇങ്ങോട്ടും പോവാം ഇങ്ങോട്ടും പോവാം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തായി? ഓപ്പൺ സ്കെച്ചായിട്ട് മാറും. അപ്പോൾ ഇങ്ങനെ വരയ്ക്കുന്നത്. അതുപോലെ ഈ ഡയമെൻഷൻ കൊടുക്കാതെ നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്കെച്ചിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്നത്. അപ്പോൾ വേറെ ഒന്നുമല്ല, ഞാൻ പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ ഒരു സ്കെച്ച്, ഇപ്പോൾ ഞാൻ ഈ ലൈൻ വരച്ചു, ഇത് ഞാൻ ഡിഫൈൻ ചെയ്തിട്ടില്ല എന്നുണ്ടെന്നാണെങ്കിൽ, ഇപ്പം ഈ ഒരു പോയിന്റ് പിക്ക് ചെയ്ത് നിന്ന് വലിച്ചു നോക്കി എനിക്ക് കണ്ടോ ഈ ഷേപ്പ് ചേഞ്ച് ആവാം. അപ്പോൾ ഇങ്ങനെ ഒരു എറർ വരും. അതാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മളെപ്പോഴും സ്കെച്ചിനെ ഡിഫൈൻ ചെയ്തിട്ട് എന്ത് ചെയ്യണം? വരയ്ക്കണം. ഓക്കെ. അതുപോലെ വേറൊരു കൺഫ്യൂഷനാണ് ഈ സെൻറ്റർ ലൈനും തമ്മിലുള്ള ഒരു കൺഫ്യൂഷൻ. ഒരു കൺഫ്യൂഷനും വേണ്ട. കൺസ്ട്രക്ഷൻ ലൈൻ അല്ലെങ്കിൽ സെൻറ്റർ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? 3D ആക്കാൻ പറ്റത്തില്ല. അത് അങ്ങനെ തന്നെ പഠിച്ചു വെച്ചേക്കുക. ഓക്കെ. ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സ്കെച്ച് കൂടുതൽ ക്ലീൻ ആയിട്ടും പ്രൊഫഷണൽ ആയിട്ടും എന്ത് ചെയ്യാൻ പറ്റും? വരയ്ക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ലൈൻ ടൂൾ എന്ന് പറയുന്ന സോളിഡ് വർക്ക്സിലെ ടൂൾ വരുന്നത്. ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് എന്തില്ല? ലൈൻ ടൂളിലൊന്നും ചെയ്യാനില്ല. ഓക്കെ. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക? ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും കണ്ടീഷൻസും വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡ്രോയിങ്സ് എല്ലാം വരയ്ക്കാം. അങ്ങനത്തെ കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ട് എല്ലാവരും എന്ത് ചെയ്തിരിക്കണം? അറിഞ്ഞിരിക്കണം. സ്റ്റാർട്ടിങ് എപ്പോഴും ഒറിജിനിൽ നിന്നായിരിക്കണം. കൺസ്ട്രെയിൻ ഓവർ ഡിഫൈൻ ചെയ്യാതെ ശ്രദ്ധിക്കണം. ക്ലോസ്ഡ് സ്കെച്ചസ് ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചിരിക്കണം. എന്താണ് ഓപ്പൺ സ്കെച്ച്, എന്താണ് ക്ലോസ്ഡ് സ്കെച്ച് അറിഞ്ഞിരിക്കണം. അതുപോലെ റിലേഷൻസ്, എങ്ങനെ നമുക്ക് റിലേഷൻസ് അപ്ലൈ ചെയ്യാം, എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഇനി ഇപ്പം ഞാൻ ഈ പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഡൗട്ടുണ്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് കമൻ്റായിട്ട് ഇട്ടാൽ മതി. ഞാനത് ക്ലിയർ ചെയ്ത് തന്നേക്കാം. ഇതുവരെ വീഡിയോ കണ്ടെങ്കിൽ, നിങ്ങൾക്ക് വീഡിയോ ഹെൽപ്ഫുള്ളായി തോന്നിയെങ്കിൽ ഒരു ലൈക്ക് അടിക്കുക. ദെൻ ലൈൻ ടൂൾ സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചോളൂ, ഞാനത് ക്ലിയർ ചെയ്ത് തരാം. ഇതുപോലെ സോളിഡ് വർക്ക്സിൻ്റെ ട്യൂട്ടോറിയൽസ്, CAD ടിപ്സ്, ഡിസൈൻ എഞ്ചിനീയറിംഗ് കണ്ടൻറ്റ് എന്നിവ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സോളിഡ് വർക്ക്സിലെ അടുത്തൊരു ടൂളിൻ്റെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. Thank you for watching.